guys, welcome back to Vlogs. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് ഗെസ് ദ മൂവി ഡയലോഗ് ചാലഞ്ച്. ഇന്ന് നമ്മുടെ കൂട്ടത്തിലെ ഒരാള് മിസ്സിംഗ് ആണ്. വേർപിരിഞ്ഞ് പോയിട്ടില്ല, അപ്പുറത്തുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ചത്. ഇങ്ങനെ റൂമിലേക്ക് പോകാനേ പറ്റത്തില്ല, കിടക്കാനും പറ്റത്തില്ല. ഇപ്പൊ സൈഡിൽ തന്നെ ഒരു കുരുഗുണമെന്നുണ്ട് കൊടുത്തല്ലേ. ഞാൻ ശങ്കിക്ക് ഒരു ഓർഡർ ഇട്ടാണ് അവിടെ കുരു മൊത്തത്തിൽ പഴുത്ത് പുഴുത്ത് ചീഞ്ഞ് അവിഞ്ഞിരിക്കുകയാണ്. നോക്കാൻ പോലും പറ്റില്ല. നമ്മളെ റൂമിലെ കിട്ടിയിട്ട് ചലഞ്ച് എന്താ ഞാൻ പറഞ്ഞുതരാം. ഗസ് ദ മൂവി ബൈ ഡയലോഗ്. ഒരു സിനിമ ഡയലോഗ് പറയും, അത് ഏത് സിനിമയിലാണോ നമ്മൾ ഗസ് ചെയ്യാം. ഞാൻ ഇയാളെ ഇറക്കി വിടും കേട്ടോ. പപ്പു ഇല്ല ഗൈസ്. അപ്പൊ എന്നാ പിന്നെ സ്റ്റൈൽ ഉണ്ടല്ലേ പറയണ്ടേല്. സൂപ്പർ ഗൈസ്, ഒന്നാമത്തെ ചോദ്യം. കൈ ആദ്യം പൊക്കുന്നവർക്കല്ലേ ചാൻസ്? കൈ ആദ്യം പൊക്കുന്നവർക്കല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. നരസിംഹം. ഇതൊരു പുത്തിരിയല്ല. ആൾക്കാരിങ്ങനെ സ്കോർ ചെയ്ത് തുടങ്ങിയല്ലേ, നമുക്ക് സ്കോർ ചെയ്യാൻ ഒരു ഹരം വരും. കാണും, കാണിക്കും, കാണിക്കപ്പെടും. കമ്മീഷണർ. ചന്തുവിനെ തോൽപ്പിക്കാനാകില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. എനിക്ക് വളരെ ഇത് സിനിമയിലൊക്കെ കേട്ടത് മമ്മൂട്ടി. മമ്മൂട്ടി എടുത്ത് വെട്ടണം. മമ്മൂട്ടിയുടെ എല്ലാവർക്കും അറിയാടാ. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. മൈനസ് ഉണ്ടോ? ഇല്ലല്ലോ. ചന്തു മൈനസ് ഉണ്ടോ? ഇല്ല. പഴയപട. പഴയപട. അങ്ങനത്തെ ഇന്നലെ മമ്മൂട്ടിന്റെ പഴയ സിനിമയാണ്. അതെല്ലാം നമ്മള് പറഞ്ഞേ. മമ്മൂട്ടി മറ്റേ ഇവൻ ചന്തു വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നില്ലേ പഴശ്ശാധികത്ത് ആൽഫ ഉണ്ടായതുകൊണ്ടേ ഞാൻ ഈ പഴയ ഇതൊന്നും കാണാം. 2 ദിവസമേ ഉള്ളൂ. എനിക്ക് ഞാൻ ഓർക്കുന്നില്ല. നമുക്കൊരു ചാൻസ് എടുക്കാം. പറഞ്ഞോ. ആരോപണ ചേകർ അല്ലേ? അത് സിനിമയിലെ ക്യാരക്ടറിന്റെ പേര് ആരോപണ. മണിയം പിള്ളരാജ. ചന്തു പഴശ്ശിരാജ. അയ്യേ ആണോ? അല്ലടാ, എനിക്ക് അറിയാലോ. വായ തുമ്പത്തുണ്ടോ? എന്നാ സിംഗം പറ. കൈവക്കി പറ. കൈവക്കി പറ. എടേ അറിയത്തുള്ളേ. അറിയത്തില്ലേ? ഒരു ചാൻസ് കൂടെ കേട്ടോ. ഞാൻ ഉണ്ട്. ഒരു വടക്കൻ വീരകഥ. അതെ തന്നെ. ഒരു വടക്കൻ വീരകഥയാണ്. അതെ തന്നെ. നീ പയ്യൻ പറഞ്ഞ കേട്ട് കേട്ടാ. ഒരു വടക്കൻ ആര് പറഞ്ഞു? നീ പറഞ്ഞത് നടക്കുന്ന പിന്നെ വടക്കൻ സെൽഫി ചെയ്ത്. നെക്സ്റ്റ് വൺ. അപ്പൊ 2-1. വടക്കൻ വീരകഥ. കുറച്ചുകൂടി ഇതിലേക്ക് വാ, ഫ്രണ്ടിലേക്ക്. കുറച്ചുകൂടി ഫ്രണ്ടോട്ട് വാ. ഞാൻ പടപടയെന്ന് എനിക്ക് പറയാൻ പറ്റും. ബ്രോ ഫ്രണ്ടിലേക്ക് വരാനാ. കൊച്ചി എല്ലാം അറിയാം. ബിബി. ഇയാളെന്തുവാ ഞാനോർത്താ നോക്കിട്ടൊക്കെ പറയാൻ വേണ്ടി. ഇയാള് വെറുതെ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് ഇതെന്തോ ഇത് ലവൻ പുലിയാണ് കേട്ടാ. ബെല്ലാരിരാജ അല്ല, രാജമാണിക്യം.
അത് പറഞ്ഞോണ്ട് ഇവിടെ ക്ലൂ കിട്ടി. അല്ല എനിക്ക് അറിയായിരുന്നോ? ഞാൻ ആ പടത്തിന്റെ പേര് ഏതാ കോൺഫിഡൻസ്? ബെല്ലാരാജല്ലേ പറയുന്നേ, ബെല്ലാരാജ പറയുന്നേ. ആളാ ഒരു മാർക്ക്. പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്. പോളണ്ടിനെ പറ്റി പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്. തൊലി പരശീലം. ആ പിന്നെന്താണ് ഡയലോഗ്? അതിന്റെ ഡയലോഗ് കംപ്ലീറ്റ്. എനിക്കത് ഇഷ്ടമല്ല. പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്, അതെനിക്ക് ഇഷ്ടമല്ല. സലീം കുമാർ അല്ലേ പറയുന്നത്? അല്ല നീമ്പോളി പറയുന്നത്. സലീം കുമാറാ പറയുന്നേ. ശ്രീനിവാസൻ അല്ല അയ്യേ, അത് ഇയാള് വിചാരിച്ചത് മറ്റേ അജു വർഗീസ് ഏതോ ഒരു സിനിമയ്ക്കകത്ത് നീമ്പോളോട് ഇത് ചെയ്യുന്നുണ്ട്. അത് സലീം കുമാർ അല്ല പടത്തില്. അല്ല ശ്രീനിവാസൻ. സലീം കുമാർ ഇല്ല. ശ്രീനിവാസനാണോ പറയുന്നേ? സംഭവം അറിയോ? ഈ ശ്രീനിവാസ പാർട്ടിയുടെ അതേതാ പടം? ആ ആടിന്റെ തൊലി. പാർട്ടിയോ? പാർട്ടിയുടെ ഒരു സംഭവം നടക്കത്തില്ല ശ്രീനിവാസനോ? ദുബായിലൊക്കെ പോയിട്ട്. അതിനാണ് അക്കരെ ദുബായിലൊക്കെ പോയിട്ട് അക്കരെ ഒരു മരുഭൂമി കഥ അല്ല അല്ല അല്ലേ? ആടുന്നു. ഞാൻ കൈമുട്ടി തോറ്റതാ. ഞാൻ തോറ്റ. എന്താ പറഞ്ഞേ? പഴശ്ശിരാജ. ഇതേത് പഴയരാജ പറഞ്ഞാ? ഇത് ഞാൻ മന്ത്രമായിട്ട് അഭിനയിക്കുന്നതാ. എനിക്ക് ആ ജീവിക്കണോ? അപ്പൊ എല്ലാവരും കഴിഞ്ഞില്ലേ? Clue. Message. Message. സന്ദേശം. ഇത് എന്താ സന്ദേശം. ഞാൻ കൂടെന്നൊക്കെ പറഞ്ഞു. 4-3. നിങ്ങൾ നല്ല കളിയാണോ? ഞാൻ പറഞ്ഞിട്ട് സെലക്ഷൻ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ. എന്നെ കൊണ്ടാ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവാ. താലൂക്ക്. ബക്രി. വട്ടാണല്ലേ? കിലുക്ക. എന്റെ പേരൊക്കെ വട്ടാണല്ലേ. എനിക്ക് തിളക്കോന്നാ പോയത് പെട്ടെന്ന്. അക്കരെ വട്ടാണെന്നൊന്നുമില്ല. 4-4. അതിനകത്ത് എവിടെ വക്രി വട്ടാണെന്നുള്ളത്? നിന്നെ വിളിച്ചല്ലേ? നിന്നെ വിളിച്ചതാ. പുരുഷൻ ഞാൻ നിഗ്രഹിക്കണം. മീശമാധവൻ. കയ്യിലെ ആകാശം കൊണ്ട് വന്ന ബോംബാസോ വനമേ പൂണ്ടാലും. Next one. I am the sorry, I am the sorry. സോറി. അത് സലീം കുമാറാണോ പറയണത്? ആ സലീം കുമാർ. ഇൻഹരിയർ നഗർ. അല്ല അതൊരിക്കലും അല്ല. അതിനകത്ത് അങ്ങനെ ഡയലോഗേ ഇല്ല. അത് അവരുടെ ഫ്രാഞ്ചൈസിയിലെ പടമേ അല്ല എന്തായാലും, അത് ഉറപ്പാണ്. അന്നെ അക്കരെ അക്കരയുടെ തൊലി. പിന്നെ അക്കരെ പറഞ്ഞാണല്ലേ കിരീടം. കയ്യോക്കിട്ടാ പറഞ്ഞത്. കിരീടോ അല്ല ചെങ്കോല്. അല്ലല്ല കിരീടമല്ല. ഡയലോഗ് ആയിരുന്നു. അജു വർഗീസ്. ദിലീപിന്റെ പടമല്ലേ? അല്ല ആണോ? ദിലീപിന്റെ പടമാണോ? അല്ല. ആ ദിലീപിന്റെ പടത്തില് മറ്റേ നോണ പറയില്ലേ? നോക്കിയേ നീ പറഞ്ഞ ഫൗളാവട്ടോ. ഏത് ദിലീപ് നോണ പറയുന്ന ദിലീപ് അപ്പൊ മറ്റവനെ പറയുന്നത് ഇംഗ്ലണ്ടിനകത്ത്. കിങ്ലെയർ ഒന്നും അല്ല. ഇവര് പടം കണ്ടിട്ടില്ലെന്ന് നമുക്ക് വിടാം. വിട്ട് ശ്രീനിവാസൻ പറയുന്നത്. ശ്രീനിവാസൻ തോറ്റോ? നമ്മൾ രണ്ടുപേരും വിട്ടു. വിട്ട് ശ്രീനിവാസൻ പറഞ്ഞു. ഇതൊരു കഞ്ചാവ് വലിച്ചിട്ട് പറയുന്ന scene. അയ്യോ 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 കിട്ടുന്നില്ല. മറ്റേ ദിലീപിന്റെ സൂപ്പർ. ദിലീപിന്റെ മറ്റേ ദിലീപേ ഞാൻ മുഖ്യൊന്നുമില്ല. കൈ ഇങ്ങനെ വെച്ചാ പോണോ ഇങ്ങനെ ഇരുന്നിട്ടേ ആ സിനിമ തിളക്കമല്ലോ ഒരു മിനിറ്റ്. ഓക്കേ പറ. കൈപൊക്കി പറഞ്ഞ വേണമെങ്കിൽ തിളക്കമാണ്. മീശമാധവൻ. തിളക്കം. പറഞ്ഞില്ല ഞാൻ അത്ര ആദ്യം ആ പടം എന്താ? ആ പടത്തിന് ദിലീപ് പൊട്ടനായിട്ട് അഭിനയിക്കുന്നത്. കഞ്ചാ പഠിച്ചിട്ട് ഇങ്ങനെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. അതിന് ദിലീപ് അല്ലല്ലോ അത് പറയണ. സലീം അല്ല, സലീം കുമാർ. ദിലീപിന്റെ പടമാണ് 5-4. എനിക്കൊന്നാ
ആ ഞാൻ ഇതെന്റെ ഒരു കമ്പാക്ക് കാണണം, കുറച്ച് നല്ല സാധനങ്ങളൊക്കെ വന്നിട്ട് ആ കഴിഞ്ഞ് തെണ്ടിത്തരം അല്ലേ. നെക്സ്റ്റ് അല്ല ഇനി ഫുള്ള് പറയാൻ നേരത്തെ ഞാൻ കുറച്ച് ഗ്ലാമർ കാണാതെ ലുക്കില്ലാന്നുള്ളൂ. ചുടുക്കത്ത് പൂത്തിയ അയ്യോ അങ്ങനെ കരയോ? അതും സലീകുമാർ പറയണം അല്ലേ? മറ്റേ ഇതും ദിലീപിന്റെ പടത്തിലാ. മറ്റേ ദിലീപ് ഇങ്ങനെ അഭിനയിക്കും. സൂപ്പർ. കുഞ്ഞിക്കൂല്. ദിലീപ് ഇങ്ങനെട്ട് മറ്റേ ഒരു ഇതായിട്ട് അഭിനയിക്കുന്നില്ലേ? അല്ല അതല്ലേ? അതാണ് കുഞ്ഞിക്കൂന്. ഒന്നും കൂടെ അല്ലല്ലോ പറഞ്ഞേ, ഒന്ന് കേക്കട്ടെ ഡയലോഗ്. മറ്റേ പടം കുമ്പാച്ചാനി ഞാൻ നിങ്ങളോട് എത്തിയല്ലേ എടാ, ഞാൻ പറഞ്ഞുതരാം. എടാ, മറ്റേ ഇത് അബ്ദുള്ള. തനിക്കാന്ന് പറഞ്ഞൂടെ? അത് പേരിതില്ലല്ലോ. ഗ്ലൂ പറഞ്ഞപ്പോ എനിക്ക് അപ്പുറത്തേക്ക് പോവാം ഫീലില്ല. നീ വേറെ പറഞ്ഞ നമുക്ക് വിടാം. അപ്പൊ ഏതെങ്കിലും പറഞ്ഞോ. നിനക്ക് പറയാൻ വേണ്ടിയല്ലേ? എനിക്ക് അറിയത്തില്ല, ഞാൻ വിട്ടു. ഇത് വീട്ടിന്റെ വീട്ടിലും പറഞ്ഞു. എനിക്ക് അറിയത്തില്ല, എനിക്ക് ഒന്നും വരുന്നില്ല. ഞാൻ എന്തായാലും ഒരെണ്ണം പറഞ്ഞിട്ട് വിടുന്നുള്ളൂ. ഏതാ പറഞ്ഞത്? ഡയലോഗ് എന്ന് പറഞ്ഞേ. ഒതുക്കത്തെ ബുദ്ധി. എന്നാ വിട്ടോ. മീശ മാധവൻ അല്ലേ മറ്റേ ലോയർ ആയിട്ടല്ലേ? അയ്യോ ഞാൻ മറ്റേ വേരിക്കൊണ്ടിരിക്കും ഞാൻ പറയുന്നത് വിചാരിച്ച് മേരിക്കൊണ്ടിരിക്കുന്ന സലീകുമാർ അവിടെയാണോ? അല്ല സലീകുമാറുണ്ട്, പക്ഷെ ആ പറയുന്നില്ല എങ്ങനെ സ്ഥാനം മറ്റവനെ ബിജുമേനോട് ഇല്ല ബ്രോ പുള്ളിക്കാരൻ പിള്ളേരൊക്കെ എണീറ്റ്. ഓ 2 പേരായോ? ഓ 2 മിനിറ്റായി. 5-4-2 അടുത്ത അവിടെ എന്താ പറയുന്നത്? അത് 0. 0. ഇത് പേടിച്ചോ? ഞാൻ ഭയങ്കര റിഫ്ലക്സ് ആ, ആണ്. എടാ ദാസ ഏതാ ഈ അലവാദി? ദാസനും വിജയനും കടലൊക്കെ പോകുന്നത്. അവിടെ അല്ലല്ലോ. വിജയനും ദാസനും. ക്യാറ്റിന്റെ പേര് വെച്ച് കളിക്കുന്നോ? അല്ല അതങ്ങനെ അങ്ങനെ എന്താണ്? അല്ല അല്ലല്ല അങ്ങനെ തന്നെയാ. ദാസൻകോ ദാസപ്പനാണോ അത് ദാസ് തന്നെയാണോ? ദാസപ്പനും വിജയനും അങ്ങനെ എന്തോ അങ്ങനെ തന്നെയാണ്, അത് ഉറപ്പാ. ദാസപ്പനും നിങ്ങളെല്ലാരും പറഞ്ഞല്ലേ? നീ അവര് വിട്ടുകൊടുത്താൽ ഒരു ക്ലൂ തരും. ക്ലൂ തന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ അറിയാലോ. എടാ അക്കരയ്ക്ക് അക്കരെ ഇക്കണം. അക്കരക്കരല്ല. അക്കരെ ഇക്കരെ ഒന്നും അല്ല ബ്രോ. അന്ന് ഇക്കര അക്കരെ എന്തൊക്കെ പറയണം. ഇക്കര അക്കരെ മീശ മാധവൻ ഒരു അക്കരെ തേങ്ങ തന്നെയാ. അല്ല. അല്ലേ? കാറ്റ്. കാറ്റോ വായു ബിന്ദു ഏതാ ഡയലോഗാ? ദാസ ഏതാ ഈ അലവാദി? ദാസ ഏതാ ദാസ ഏതാ ഈ കാറ്റോ? കാറ്റ്. വിജയനും ദാസനുള്ള പടം ഏതായിരുന്നു? അത് മറന്നുപോയി. അക്കരയ്ക്കരയായിരുന്നു. സിറ്റിന്റെ ഓപ്പോസിറ്റ് കാറ്റ്. സിറ്റിന്റെ ഓപ്പോസിറ്റ് കാറ്റോ? ഇതെന്താ? നാടോടിക്കാറ്റോ? ആ. നമ്മൾ ഈ 90s പോകുന്നില്ലേ ബ്രോ? ഒരു അതൊക്കെ ഫേമസ് സാധനങ്ങളല്ലേ? അറിയാം ബ്രോ, പക്ഷെ ഇതൊക്കെ എനിക്ക് ഇപ്പൊ മനസ്സിൽ പോലില്ല. ദാസ വിജയ എന്ന് പറയുമ്പോ അതൊക്കെയാ വരുന്നേ. നാടോടിക്കാറ്റ്. അപ്പം 1 പോയിന്റ് ആയി. അടിച്ചു മോളെ. അയ്യോ വെട്ടം. ഒരു ചാൻസ് കൂടെ ഉണ്ട്, പക്ഷെ എനിക്ക് അതാണോന്ന് അറിയാൻ മേല. അത് അതല്ല ഞാൻ പറയാം. അയ്യോ കിലുക്കം. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. യെസ്. ഞാൻ ഈ സാധനം കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും വിടാം. എന്റെ ക്ലൂ ചോദിക്കാം. ഇല്ല, ഞാൻ കല്യാണം. അതെത്രയായി? 2. 2, 3, 4, 5. 2, 3, 4, 5. എടാ മോനെ. ആ ആവേശം. 2, 4, 4, 5. പിള്ളേരോട് എണീറ്റ് നിന്ന് മറിഞ്ഞ് ചിരിഞ്ഞൊക്കെ അടിക്കായിരിക്കും. എന്നാ പിന്നെ കേറാം. ആ തപ്പിക്കോ. ഭീഷ്മോ ജസ്റ്റ് കിഡിങ്.
എല്ലാം വരുന്നില്ല അതൊക്കെ. ആ. പ്രേമോ? ഇനി ഞാൻ വിട്ടു കേട്ടോ, കാരണം ഇനി എല്ലാം പുതിയ പടങ്ങളാണ് വന്നത്. ഞാൻ വിട്ടു. പിള്ളേരൊരു രണ്ട് എത്ര അവിടെ എത്ര എനിക്കറിയാം 2, 6, 4, 5. രണ്ടാല് 5. എനിക്ക് പോവാൻ അനുവാദമില്ല. 1, 2, 3. അയ്യോ പ്രമേഹം. എനിക്ക് അറിയാമായിരുന്നതാ പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾ കോമ്പറ്റീഷൻ ആണല്ലോ. 6, 6, 4, 4. 2. അടുത്തേ എന്തൊരു പ്രഹസനമാണ് സജി. ആ, അയ്യോ അല്ല അല്ല പോണോ ഒന്ന്. അജു വർഗീസ് ഉണ്ട്. കുമ്പളങ്ങി നൈറ്റ്സ് അജു ഞാൻ വിചാരിച്ച പടം വേറെ കേട്ടാ. അത് ഓ, ഇതിപ്പോ നിന്റെ മറ്റേ ബാഗിലെ അപ്പൊ 2, 6, 2, 4, 2, 7, 4, 6 പിള്ളേർക്ക് എണീറ്റ് മേടിച്ചോ. ഇത് എന്റെ പറയാ പറയാ. പെട്ടെന്ന് അടുത്ത പെട്ടെന്ന് തന്നെ നീ ഇപ്പൊ കളി അടുത്ത മാച്ച് ഉണ്ട്. എന്നെ വിളിക്കോ ഇന്ത്യൻ ടീമിൽ നിന്ന്. എനിക്ക് സെലക്ഷൻ കിട്ടി. നിങ്ങൾക്ക് പിന്നെ 4 സെലക്ഷൻ ശരിയാ, ഒരു 10 എനിക്ക് സെലക്ഷൻ ഉണ്ട്. 10 മണിക്ക് 10 മണിക്ക് രാത്രി 10 മണിക്ക് അടിമീശൊക്കെ പഠിച്ചാ പാറ എനിക്ക് കൊതിയാണ് പറയാൻ. ഓക്കെ കത്തി താഴെടാ. അച്ഛനാടാ പറയണ കത്ത്. പഠിക്കാം. Guys, അത് സെൻസറാണ്. ബാക്കിൽ നിന്നൊരു സാധനം വന്നായിരുന്നു. അത്യാവശ്യം പഠിക്കത്തില്ലല്ലേ? പഠിക്കല്ലേ കിരീടത്തിലാ. അച്ഛനാണോ പറയുന്നത്? അതാ അത് അതിന് ബാലൻസ് പഠിക്കൊക്കെ വരുന്നത്. സ്കോർ പറയാം 7, 7, 4, 5, 2. സ്കോർ എപ്പോഴും പറയണല്ലേ അവള്. അതെ തോമസ് കുട്ടി വിട്ടോടാ. ഇൻഹരി നേരം 8, 7, 4, 4. അവിടെ 4 അനങ്ങുന്നില്ലല്ലോ. ഞാൻ വലിയ പിള്ളേർക്ക് വിട്ടുകൊടുത്തല്ലേ. ബാക്കി വല്ലപ്പോഴും തന്നെ ജയിച്ചു. നെക്സ്റ്റ് വൺ റാംജി റാവ് സ്പീക്കിംഗ്. റാംജാവ് സ്പീക്കിംഗ്. ഇതെന്താ? അത് റാംജാവ് സ്പീക്കിംഗ് ഡയലോഗ്. അത് ഹലോ റാംജി റാവ് സ്പീക്കിംഗ് എന്നാണ് ഡയലോഗ്. എന്നാ പിന്നെ ഒരു ഹലോ ഹലോ ഒന്നുമില്ല. റാംജാവ് സ്പീക്കിംഗ് KMC കൊണ്ട കോഴ വാങ്ങിച്ച് ജീവിക്കുന്ന നാണം കെട്ട നായ. 8. 5, 2, ഇയാൾക്ക് ഒന്നാ 2, 2, 5. അതാ കിട്ടി. ഇനി കയറാൻ പോട്ടോ. തെങ്ങിലേക്കാ ആ കൈയും കൂടെ അങ്ങ് വിട്ടത് കോമയിലേക്ക് പോട്ടെ. ഇത് പഠിച്ചു ഇത് പഠിച്ചു. ആ പോരട്ടെ. പേര് വേണോ മക്കളെ? ഗോഡ് ഫാദർ. അപ്പൊ 9. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഈ ക്രൂ ഒക്കെ കുറച്ച് കഴിയുമ്പോ നമ്മൾ ഇവിടുന്ന് പോവല്ലേ. AI വരും. AI സത്യം. ചിലപ്പോൾ യേശു മാറും. പക്ഷെ എനിക്ക് ഞാൻ തന്നെയാണല്ലോ. എന്നെ കോടി ഇതൊന്നും എടുക്കാൻ അതെങ്ങനെ ഞാൻ ജയിലിൽ പോയല്ലോ അവനെ കൊന്നിട്ട്. ആ ഏയിനെ കൊന്നു കഴിഞ്ഞാൽ ജയിലിൽ പോകും. പിന്നെ അന്ന് ആ ടൈമിൽ അതൊക്കെ വരും. അത് നമ്മളെ പോലെ മനുഷ്യനായിട്ട് ഇത് മനസ്സിലായോ? അത് പോലും വിശ്വസിച്ചു. എന്ത് വന്നാലും വിശ്വസിക്കും. കലങ്ങിയില്ല. അയ്യോ ഇത് അടിപൊളി പടമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ എനിക്ക് പകുതി മാർക്ക് തരുമോ? ഇല്ല പകുതി മാർക്ക് തരുമോ? പകുതി മാർക്ക് തരുമോ? പകുതി മാർക്ക് തരുമോ? തന്നെ മാർക്ക് തരില്ല. ഞാൻ പറയാം ബ്രോ ക്രൂ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുമോ മാർക്ക്? ഹണീബിയാണോ? ആ തോന്നി. അത് വിഷം കൊടുക്കുന്നത്. വിഷം അയ്യോ കിട്ടി. ഞാൻ പുറത്തേക്ക് അറിഞ്ഞല്ലോ. നിങ്ങൾ സത്യം പറഞ്ഞ ആ ഇരിക്കുന്ന ഇത്ര 30,000 കാണുന്നുണ്ടെങ്കിൽ 30,000 പേര് നിങ്ങളെ വിളിക്കും മെസ്സിന്ന്. എനിക്ക് അറിയത്തില്ല. ലോജിക്ക് ഇല്ലാത്ത കുറെ കാര്യങ്ങളാണ് പറയുന്നത്. ഇയാൾ ഇപ്പോഴും ഈ യുഗത്തിലേക്ക് വന്നിട്ടില്ല. അയ്യോ തെറ്റിപ്പോയി, സോറി. അതൊന്നും അല്ലടേ. അടുത്ത നെയ്മർ ബ്രോ. ഞങ്ങള് 3 പേരും വിട്ട്. ഇയാളും വിട്ട്. കലങ്ങിയില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. ആ പറഞ്ഞു. റാംജി റാവ് സ്പീക്കിംഗ്. അതൊന്നും അല്ലടോ.
അത് ആരുടെ പടം എങ്ങനെയാണെന്നൊക്കെ മണ്ണാർകുട്ടി സ്പീക്കിംഗ് ആണോ? അല്ല അയ്യേ ഇതെന്താ നിനക്കൊന്നും അറിയത്തില്ലേ? ഇല്ല. എടാ ജഗതി മോഹൻലാലും കൂടി അപ്പുറം ഇപ്പുറം ഫൈറ്റ് വരുന്നൊരു പടമില്ലേ? അതേതാ Skip ചെയ്യ്, പെട്ടെന്ന് പറ. അതാണ് മോൻ ക്ഷീണിച്ചു വന്നിട്ടുണ്ട്. കലക്കി കൊടുക്കാണ്. സ്കിപ്പ് ചെയ്യ്, പെട്ടെന്ന് അവിടെ. സ്കിപ്പ് ചെയ്ത്. ആ യോധ. പക്ഷെ ഇയാള് പറഞ്ഞ എല്ലാരും കഴിഞ്ഞതാ. പക്ഷെ ഇനിയും ചാൻസ് ഉണ്ടാവും. എല്ലാരും സ്കിപ്പ് ചെയ്ത് 3 ചാൻസ് ഉണ്ടാ. ഞാൻ വിട്ടില്ലല്ലോ. അവിടെ അനീതി പറഞ്ഞ് തെറ്റിച്ചതാ. എന്തിനാ ഞാനാ ക്ലൂ തന്നെ. എന്നിട്ട് എനിക്കെന്താ ഇത് കള്ളനല്ലോ താൻ? കള്ള. അപ്പൊ ഇത് 6 2 9 7 കള്ളൻ. നെക്സ്റ്റ്. ഒരു തവണക്ക് 2.5 മില്യൺ ദിർഹം ലാഭോ? കിങ്ലെയർ 10. ഇവിടെ എത്ര പിന്നെ 10 2 2 10 6 7. പൊക്കത്ത് കാണിക്കണം കേട്ടാ സ്കോർ. പൊക്കത്തോ? ആ ശരി. പിന്നെ മറ്റേത് കൊടുക്കണം കേട്ടോ, അവാർഡ് കൊടുക്കണം. നെറ്റിൽ എഴുതിയിരിക്കട്ടെ. MVP മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ. ആ നെക്സ്റ്റ് വൺ. ഇതെന്തും പറയുമായും എനിക്ക് ഭ്രാന്തായി പോയതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാ? അയ്യോ, ഞാൻ ഈ ഡയലോഗ് എപ്പോഴും ട്രോളിൽ ഉപയോഗിക്കുന്ന. പടം കണ്ടിട്ടുണ്ട്, അതിനകത്തുള്ള ഡയലോഗും അറിയാം, പറയത്തില്ല. സൂപ്പർ. മായാവി. മമ്മൂട്ടിയും സലീം കുമാറും. ഇത് സലീം കുമാർ പറയണ്ടേ? നെക്സ്റ്റ് വൺ. എത്രയായി? 11 ഇല്ലേ? 11 അത് 10. 11. അത് വേണ്ടല്ല. അത് റൂൾ എടുത്ത ആ ഇനി പിടുത്തം പിടിക്കാൻ പോട്ടോ. എവിടെ? എന്നാ പിന്നെ ഞാൻ ആരുടെ ഈ കഴിഞ്ഞിട്ട് ഒരെല്ലാണോ അതോ 2 എല്ലാണോ? കഴിഞ്ഞിട്ട് ഒരു എല്ലാണോ അതോ 2 എല്ലാ? ഒരെല്ലാണോ 2 എല്ലാണോ? CID മൂസ അല്ല, അല്ലേ? ഞാൻ ഫുള്ള് ഒന്നും കൂടെ പറഞ്ഞത്. അത് ഡയലോഗാ. ആ ഈ കഴിഞ്ഞിട്ട് ഒരില്ലാണോ അതും 2 ഇല്ലാണോ? അങ്ങനെയാണോ? അതന്നെ അതിന്റെ അത് ആ പറഞ്ഞത് മെയിൻ ഡയലോഗാണോ? ഡയലോഗാ. ഞാൻ പറയാം. മോഹൻലാലും ജഗതിയാണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് ദിലീപും ഉണ്ട്, കുഞ്ചാക്കോബനും ഉണ്ട്. മോഹൻലാലും ദിലീപും കുഞ്ചാക്കോബനും. ദിലീപ്, കുഞ്ചാക്കോബൻ, ജഗദീഷ് അല്ല, മോഹൻലാല് ജഗദീഷും ഉണ്ടെന്ന് തോന്നുന്നു. ജഗദീഷും ഉണ്ടെന്ന് തോന്നുന്നു. മമ്മൂട്ടി ഉണ്ടോ? മമ്മൂട്ടിയില്ല. ആ മമ്മൂട്ടിയുണ്ട്. 2020 ആണോ? അല്ല, അതല്ല ഞാൻ പഴയ പടം ഉദ്ദേശിച്ചേ. ഞാൻ ഒരെണ്ണം പറഞ്ഞു തന്നല്ലേ, എന്നിട്ട് എന്നെ ഞാൻ ചുമ്മാ ക്ലാസ്മേറ്റ്സ്. ഞാൻ ചുമ്മാ നെക്സ്റ്റ് റൗണ്ട്. എന്റെ ആദ്യമേ എഴുതി. ഞാൻ ചുമ്മാ ഇറങ്ങാം. ഒരു വെൽക്കം ബോർഡ് ഉണ്ടാക്കുന്ന സമയത്ത് സംസാരിക്കുന്ന കല്യാണരാമൻ. എന്ത് ചെയ്യാനാ? ഇതിലൊന്നും എന്നെ പൊട്ടിക്കാൻ ഇനി സാക്ഷാൽ ഒടയ തമ്പുരാൻ ഇറങ്ങി വന്നാലും നടക്കൂല. തോറ്റു. ഭയങ്കര സ്കില്ലാണ് എനിക്ക്. എന്റെ നമ്പർ ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ഡയറി കുറിച്ച് വെച്ചു. എന്താ ഡയറി? ഇൻഹേരി നഗർ. അല്ല, അത് വേറെ ആരെയും കൈ കിട്ടാതിരിക്കുക അത് കത്തിച്ചോളാം. ഇത് ജഗദീഷുള്ള. എടാ അത് ഇതിനകത്ത് തന്നെയല്ലേ. ഞാൻ അതിന്റെ ഇത് പറഞ്ഞു തരട്ടാ. അതിന്റെ കഥ മറ്റേ ഉടുമ്പ് വില്ലനൊക്കെ ഉള്ളതല്ലേ. ആണടേ ഇത് ഇയാളൊക്കെ. അതിനകത്ത് ഇവര് 4 പേരും ഉണ്ട്. അവിടെ കിടക്കുന്നതോ? പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനകത്ത് മുകേഷ് ഉണ്ട്, മറ്റേ തോമസുട്ടിയുടെ അവനുണ്ട്, ജഗദീഷ് ഉണ്ട്. ജഗദീശനോടാണ് ചോദിക്കുന്നത്. ജഗദീശനോട് സിദ്ദിഖുണ്ട്. ഇപ്പൊ താങ്കൾ അല്ലേ? താക്കോലല്ല ഡയറി. ആ മറ്റേ ഉടുമ്പുള്ള വില്ലനാണ്. ഇൻഹരി നഗർ പോലത്തെ ഏതൊരു പടമാണ്. ഇൻഹരി നഗറിന് എത്ര പാർട്ടുണ്ട്? 2 പാർട്ടുണ്ട്. അത് 2 പേരെന്തോ? ഇൻഹരി നഗർ പാർട്ട് ആ പടത്തിൽ കുറെ പാട്ടുണ്ട്. ഇൻകോസ്റ്റോസ് അല്ല, അതെന്തായാലും അല്ല. കാരണം ഇല്ലാത്തവർ എന്റെ കൂടെ. ഇൻകോസ്റ്റോസ് അല്ല, അതെനിക്കും അറിയാം. ഇൻഹരി നഗർ അത് 2 പാർട്ടുണ്ട്. പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. അതും ടൈറ്റിലും അങ്ങനെ തന്നെയാ, ഹരിഹർ 2 തന്നെ. പിന്നെ ഇൻഗോസ്റ്റ് ഹൗസ്. അങ്ങനെ 3 സിനിമയാണ് അവരുടെ ഫ്രാഞ്ചൈസി പറഞ്ഞത്, ട്രിയോളജി പറഞ്ഞത്. ഇൻ ഹരിഹർ നഗർ 2 അതല്ലേ? ഹരിഹർ നഗർ 2 എന്ന് പറഞ്ഞേ.
ഹരിഹർ നഗർ 2. ക്ലോസ് അല്ല. ക്ലോസ്. 2 ആദ്യം. 2 ഇൻഹരി നഗർ. അതെ. 2 ഇൻ ഹരിഹർ നഗർ എന്നാണ് അത് 2 ഹരിഹർ നഗർ എന്നാണ് 2 in ഹരിഹർ നഗർ. ആണോ? 2 ഹരിഹർ നഗർ. ആ കേട്ടോ 2 ഹരിഹർ നഗർ ആ 2 ഹരിഹർ നഗർ. ഇവൻ 2 ഇൻ ഹരിഹർ നഗർ എന്ന് പറഞ്ഞേ. അല്ല 2 ഹരിഹർ നഗർ എന്ന് പറഞ്ഞേ. അതാ പറഞ്ഞത്. അല്ല 2 ഹരിഹർ നഗർ എന്ന് പറഞ്ഞേ. നമുക്ക് നോക്ക് റെക്കോർഡിംഗ് നോക്ക്. കൊമ്പനാണ്. കൊമ്പത്തെ കറക്റ്റ്. ഹരിഹർ നഗർ. 2 ഹരിഹർ നഗർ. കുഴപ്പമില്ല, വിഷമിക്കുന്ന പോയിന്റ് ഇത്രയില്ലേ? പോയിന്റ് ഇല്ലേ? എനിക്ക് വിഷമം. വിഷമിച്ചവന്റെ ഓളം. ആ നെക്സ്റ്റ് വൺ എഡിറ്റിംഗിൽ എന്നാ? കഴിഞ്ഞോ? ഫുള്ള് കഴിഞ്ഞു. Guys, അങ്ങനെ ഇപ്പൊ നമ്മളെ പോയി നോക്കുകയാണെങ്കിൽ 2 കഴിയുമ്പോ പറഞ്ഞോട് ആരാ ജയിച്ചെന്ന്. അറിയല്ലേ ആണോ? അത് ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. Guys, ഇപ്പൊ നമ്മുടെ ചലഞ്ച് കഴിഞ്ഞപ്പോ 2 പോയിന്റ് ആയിട്ട് എന്നത്തെ പോലെ ഗോവിന്ദൻ ഏറ്റവും അവസാനമുണ്ട്. അത് ജയിച്ചത് ബ്രോ ഞാനൊരു ഇംഗ്ലീഷ് ഒരു മാസം ഷെയിംലെസ് ക്രീച്ചർ. ആ, നാളെ കാലത്ത് നായ. എല്ലാവർക്കും പറയാലോ നമ്മള് പാവം. യെല്ലോ കാർഡ് റെഡ് കാർഡാന്ന് പുറത്തത്. ഗൈസ് നമുക്ക് ഗോവിന്ദന് 2 പോയിന്റ്, എനിക്കും കൊമ്പന് 7 പോയിന്റ്, ആൻഡ് 12 പോയിന്റ് ആയിട്ട് വക്രിയാണ് ഈ കളിയിലെ വിജയ്. തൂക്കി 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 ഇങ്ങനല്ല എഡിറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മൂന്ന് കളി ഞാനെടുത്ത് പോയ അപ്പൊ ഇതെല്ലാം ഒരു മാസൊക്കെ കയറ്റി കുറച്ച് ഒന്ന് നിന്റെ രീതിയിൽ ഒന്ന് ലോഡ് ചെയ്ത് കേട്ടോ. ഇത് ആൾക്കാർ ഇങ്ങനെ മറ്റേ സിനിമ മുകേഷ് മറ്റേ ഒരു പടത്തിനകത്ത് ജയറാമിനെ ജയിപ്പിക്കുമ്പോ എല്ലാരും എണീറ്റ് നിന്ന് കൈയടിക്കുന്നില്ല എല്ലാരും സാധനം ലോഡ് അയ്യോ പൂജ്യ ഇതുവരെ ഇത് കൂടിപ്പോയ 2-3 റൗണ്ട് കൂടെ കാണും. അയ്യോ ഇന്ന് വളരെ നല്ലൊരു ചലഞ്ചാണല്ലോ. ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഏത് തോറ്റവനെയും ജയിപ്പിക്കുന്ന ട്യൂഷൻ. ഇൻസൾട്ടഡ് ആയിട്ടുള്ളവനെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടു. 12 പോയിന്റ് ആയിട്ട് വക്രിയാണ് ഈ കളിയിലെ വിജയ്. തൂക്കി തൂക്കി തൂക്കി. Guys, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ആയിട്ട് ഞാൻ